أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سمعوا اللغو أعرضوا عنه وقالوا لنا أعمالنا ولكم أعمالكم سلام عليكم لا نبتغي الجاهلين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശ പരിധികൾ, അവന്റെ തൃപ്തിയും അതൃപ്തിയും പരിഗണിച്ച് ജീവിതത്തെ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ക്രമപ്പെടുത്തി മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തിയുള്ളവരായി ജീവിച്ച് മരിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ശക്തമായ ഭാഷയിൽ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രവും മിക്കവാറും രാത്രിയാണ്. രാത്രി അദ്ദേഹം ഇറങ്ങി നടക്കുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഭരണം, ഖിലാഫത്ത്. ആരെയാണോ തന്റെ കീഴിൽ ഭരിക്കാൻ അല്ലാഹു തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, അവരുടെ മുമ്പിൽ വെച്ച് നാളെ പരലോകത്ത് ഈ ഭരണാധികാരം വളരെ കൃത്യമായി അയാൾ പാലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം, ആ ചോദ്യം ഉണ്ടാകുമെന്ന ഭയം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഉറക്കം കെടുത്തി എന്നതാണ് സത്യം. രണ്ട്, പ്രജകൾ രാത്രി എന്ത് ചെയ്യുന്നു? പകൽ അവർ മാന്യന്മാരായി വിശ്വാസികളായി ജീവിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അത് എത്രത്തോളം രഹസ്യ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യത്തിനാണ്. മൂന്നാമത്തത്, തന്റെ നാട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടോ എന്നതറിയണം. അന്ന് വാട്സപ്പ് സൗകര്യങ്ങളില്ല, മെസ്സേജ് സെൻഡ് ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്നത്തെ ആധുനിക മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നേരിട്ട് പോയിട്ട് അന്വേഷിക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം മിക്കവാറും രാത്രിയായി മാറുന്നത്. അദ്ദേഹം ഏതൊരു വ്യക്തിയെ കണ്ടാലും രണ്ട് കാര്യം പരിശോധിക്കും. ആ രണ്ട് കാര്യമാണ് ആ വ്യക്തിയുടെ പരലോക രക്ഷയുമായി ഏറ്റവും ബന്ധപ്പെട്ട സംഗതി. നമ്മളൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ പരിശോധിക്കുന്ന, വിലയിരുത്തുന്ന, അന്വേഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. മിക്കവാറും ആ കാര്യങ്ങളൊക്കെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രമായിരിക്കും. ഒരു വീട്ടിൽ പോയി വീട്ടിൽ തിരിച്ചെത്തിയാൽ നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നത് പലപ്പോഴും ഭൗതികമായ അവരുടെ വളർച്ചയോ തളർച്ചയോ ആയിരിക്കും. നോക്കണ്ടി, അയാൾ കിടക്കണ കിടത്തം കണ്ടിട്ട് എന്റെ മനസ്സിന്നാണ്ട് പോണില്ല. അത് അയാളുടെ ഭൗതികമായ പരീക്ഷണങ്ങളാണ്. 40,000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് പോയി കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ആ അന്തപ്പവും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല.
മറ്റേ വീട്ടിൽ വന്ന് ഞാൻ ചർച്ച ചെയ്ത എന്താ, നമ്മളെ വീടൊക്കെ എവിടൊക്കെ എടുക്കുന്നു ആണോ, ദുനിയാവാണ്. എന്നാൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഏതൊരു മനുഷ്യനെ കണ്ടാലും അദ്ദേഹത്തിൽ അദ്ദേഹം പരിശോധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അയാൾക്ക് എത്രത്തോളം പടച്ചോനെ പേടിയുണ്ട്, സ്വാഭാവികമായി അയാൾക്ക് എത്രത്തോളം ഖുർആനുമായി ബന്ധമുണ്ട് എന്നതും. ഈ രണ്ട് കാര്യമാണ് ഏത് മനുഷ്യനെ കണ്ടാൽ മഹാനായ ആ ഖലീഫക്ക് പരിശോധിക്കാനും അറിയാനും ഉണ്ടായിരുന്നു. അങ്ങനെ പകൽ സമയം, ഒരു വൈകുന്നേരം, അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലുള്ള സമയം, എല്ലാ തൊഴിലാളികളും എല്ലാ ജീവജാലങ്ങളും അവരുടെ പാർപ്പിടത്തിലേക്ക് പോവാൻ താല്പര്യം കാണിക്കുന്ന സമയം, 100-300 ആടിനെയുമായി യജമാനന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ആട്ടിടയനെ വഴിയിൽ വെച്ച് മഹാനായ രണ്ടാം ഖലീഫ കാണുന്നു. അദ്ദേഹം സലാം പറഞ്ഞു പരിചയപ്പെടുന്നു. ഖലീഫയാണ് എന്ന കാര്യം മാത്രം പറഞ്ഞില്ല. അദ്ദേഹം ആട്ടിടയനോട് ചോദിച്ചു, ഈ ആട് നിനക്ക് എത്രയാ ശമ്പളം? അപ്പൊ അന്ന് നമ്മളെ മാസമുള്ള ശമ്പളമൊന്നുമില്ല. ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം അന്നത്തെ കറന്ന് കിട്ടുന്ന പാലിൽ നിന്ന് ഒരാഴ്ചക്കുള്ള കൂലിക്ക് സമാനം യജമാനൻ കുറച്ച് പാല് തരും. അതാണ് എന്റെ വരുമാനം. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ഞാൻ ഒരാഴ്ച എന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ചോദ്യം, ആ പാല് വിറ്റ പണം കൊണ്ട് നിനക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമോ? അത് കഴിയില്ലാന്ന് ഏതാക്കും അറിയാലോ. പാല് തരുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവൂലേ? പാലിന് കിട്ടാവുന്ന വിലക്ക് പരിധിയില്ലേ? ജീവിതാവശ്യങ്ങൾ എത്രയാണ്? എന്നാ പിന്നെ വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ഇതാണ് ഞാൻ പഠിച്ച പണി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോ അയാളെ ഇമാം പരിശോധിക്കേണ്ടത് അയാളെ നിസ്കാരത്താൻ പോക്കിയിട്ടാണോ? അല്ല. അയാൾക്ക് പണം ആവശ്യമുണ്ട്, സാമ്പത്തിക പ്രയാസമുണ്ട്, അവിടെയാണ് ആളെ ഈമാൻ അളക്കേണ്ടത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തു. എന്താണ്? 100-300 ആടില്ല ചങ്ങായി. ഒരാടിനെ കൊടുത്ത് സുഖമായി ജീവിച്ചൂടെ? നീ ഒരാട് നിനക്ക് കൊണ്ടാ. സാധാരണ മാർക്കറ്റ് വില 2 ദിർഹമാണ് ഒരാടിന്. ഞാൻ നിനക്ക് 1 ദിർഹം തരാം. നിനക്കും ലാഭം, എനിക്കും ലാഭം. നിനക്കെന്താ ലാഭം? വെറുതെ 1 ദിർഹം കിട്ടും. എനിക്കെന്താ ലാഭം? പകുതി വിലക്ക് ഒരാടിനെ കിട്ടും. പിന്നത്തെ ലാഭം നിനക്ക് ഒരാഴ്ച ഒരു മാസം സുഖമായിട്ട് ജീവിക്കാം. യജമാൻ അറിയാം 300 ആടിന്റെ കൂട്ടത്തിൽ ഒരു ആടിനെ കാണാതായാൽ എങ്ങനെ അറിയാം? ഇനി അറിഞ്ഞു വെക്കുക, ചെന്നായ പിടിച്ചെന്ന് പറഞ്ഞാൽ പോരെ, സാധാരണ നടക്കണല്ലേ. അപ്പൊ അയാളെ മനസ്സിലായി, ശരിയാണല്ലോ, അപ്പൊ ഞാൻ എത്ര കാലായി 300 ആടിനെയും കൊണ്ടുവന്നാണ്. ഇടക്കിടക്ക് ഓരോന്നിനെ വിറ്റാൽ ഇയാള് പറഞ്ഞ കോലത്തിൽ സുഖമായിട്ട് ജീവിക്കാലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. ശരി, ഞാൻ തരാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? യജമാനൻ അറിഞ്ഞാല് ഞാനും ഇപ്പഴാ നോക്കിയ ഒന്ന് കുറവുണ്ടില്ലേ, ചെന്നായ പിടിച്ചതായിരിക്കും എന്നൊക്കെ പറയാം. യജമാനൻ അത് കണ്ടെത്താനൊന്നും കഴിയില്ല. പക്ഷെ അള്ളാനോട് ഇപ്പൊ നമ്മൾ എന്ത് പറയും? അതിന്റെ ഉത്തരവോടി പറഞ്ഞിട്ട് ആടിനും കൊണ്ട് പോയിക്കോളിയ. അദ്ദേഹം ആവർത്തിച്ചു ചോദിച്ചു, അയിനല്ലാ, അള്ളാ നിങ്ങൾ എവിടെ വെച്ചത്? യജമാനെ വെക്കണ്ടോട്ട് വെച്ച്. മനസ്സിലായി? പടച്ചോനപ്പ് നമ്മളെവിടെ വെക്കും? ഈ 3 പ്രാവശ്യം അദ്ദേഹം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അയിനല്ലാ, അള്ളാ നിങ്ങൾ എവിടെ വെച്ചെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആട്ടുടയനെ മാറോട് ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മരണം വരെ ഈ ബോധം നീ കൈവിടാൻ പാടില്ല. ഈ ബോധം നിന്നെ സ്വർഗത്തിലെത്തിക്കും. സഹോദരന്മാരെ, ഈ ചരിത്രം ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യന്റെ ജീവിതത്തെ അള്ളാഹു വിലയിരുത്തുവാൻ പരിശോധിക്കുന്നത് പരസ്യ ജീവിതമല്ല, രഹസ്യ ജീവിതമാണ്. അമലുകൾ തകർന്നു പോകുന്ന 10ഓളം വഴികളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വഴി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുക എന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ പർവ്വത സമാനമായ ആ പർവ്വതത്തിന്റെ പേര് പറഞ്ഞു തിഹാമ പർവ്വതം. തിഹാമ പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ നല്ല വെയിലുള്ള ദിവസം അസറിന് ശേഷം വെള്ള മേഘത്തിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കണില്ലേ, അതുപോലെ വെളുത്ത കളറുള്ള പർവ്വതമാണ് തിഹാമ പർവ്വതം. ഒരു വിധം സൗദി അറേബ്യയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും കാണാവുന്ന അത്രയും ഹൈറ്റുള്ള മലയാണ്. ആ തിഹാമ പർവ്വതം കണക്കെ ചില മനുഷ്യന്മാർ സൽക്കർമ്മവുമായി പരലോകത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുക. എന്നാൽ ഫജഅൽനാഹു ഹബാഅൻ മൻതൂറാ, ആ മുഴുവൻ അമലുകളെയും അള്ളാഹു ധൂളികളെ പോലെ പറത്തിക്കളയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് അവനവന്റെ നാവ് കൊണ്ട് അവനവന്റെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് വീതം വെച്ചിട്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞവന്റെ അമൽ നഷ്ടപ്പെട്ടു പോയതെങ്കിൽ, ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവരുടെ ജീവിതത്തിലെ രഹസ്യ സന്ദർഭങ്ങളിൽ തിന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ അതും ഓരോ ഒഴിവാക്കൂല, എല്ലാം നന്മ ചെയ്യും. തഹജ്ജുദുണ്ട്, സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, വയനാട്ടുകാരെ സഹായിച്ചിട്ടുണ്ട്, എല്ലാ രംഗത്തും ഉണ്ട്. ഇതേപോലെ തന്നെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കാൻ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാലോ മൂപ്പർ അതും ഒഴിവാക്കൂല. അപ്പൊ സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ മിമ്പറിൽ നിൽക്കുന്ന ഞാനാണോ? അല്ല. ഇതെന്റെ അഭിനയം. എന്നെ പോലത്തെ 300ഓളം ഖതീബന്മാർ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുക. രഹസ്യ ജീവിതത്തിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. നിങ്ങൾ ഭാര്യന്റെ മുമ്പിൽ ആരാ? അഭിനയം. ഭാര്യ പോയാലുള്ള മുഖം ഭാര്യ കാണാൻ പറ്റുമോ? മാതാപിതാക്കളെ, നിങ്ങളെ ഫോൺ ലോക്കാക്കാതെ മോന്റെ കൈ കൊടുക്കാൻ പറ്റുമോ? നോക്കിക്കൾ, മോന്റെ മുമ്പിൽ എന്തൊരു മുസാബിന്റെ നടുക്കണ്ട ഞാനുങ്ങളും. നമ്മൾ വർത്താനം പറഞ്ഞിട്ട് നമ്മളെക്കാൾ തെക്കോളം മനുഷ്യന്മാർ ദുനിയാവിലുണ്ടോ? ഇല്ല. നമ്മുടെ രഹസ്യ ജീവിതം മക്കളോട് പറയാൻ പറ്റുമോ? ഇല്ല. തൊഴിലാളികളെ ഞാൻ ചോദിക്കട്ടെ, മുതലാളിന്റെ മുമ്പിൽ നിങ്ങളെ പെർഫോമൻസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. മുതലാളി ഇല്ലാഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഒരു ക്യാമറയെ പകർത്തിയാൽ അത് മുതലാളിക്ക് കാണാൻ കൊടുക്കാൻ പറ്റുമോ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരില്ലാത്ത സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ചാറ്റ് ചെയ്യുന്നത് ഭർത്താവ് വന്നാൽ മ്യൂട്ടാക്കാതെ കൊടുക്കാൻ നമുക്ക് സാധിക്കോ? അപ്പൊ ഞാൻ ആരാ? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കബീർ. സൂറത്തുൽ മുൽക്ക്. അല്ലാഹു ആണാപൈ തീർത്തു പറഞ്ഞു. ആർക്കാണ് പാപമോചനം? ആർക്കാണ് വമ്പിച്ച പ്രതിഫലം? രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ. പരസ്യത്തിൽ ഭയം, രഹസ്യത്തിൽ ഉണ്ടാവില്ല സഹോദരന്മാരെ. ഉദ്യോഗസ്ഥന്മാർ എന്തിനാ പഞ്ചിങ് വെച്ചത്? എന്തിനാ പോലീസ് സ്റ്റേഷനിൽ ക്യാമറ വെച്ചത്? നിയമം നടപ്പാക്കേണ്ടതാ. ഓരോരുത്ത ക്യാമറ. എന്താ കാര്യം? അതില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് അനുഭവമുണ്ട്. എന്റെ നാടിനടുത്ത് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത്, മുക്കം. ഒരിക്കൽ ഉച്ചക്ക് ഒരു ആവശ്യത്തിന് മുക്കത്ത് പോയപ്പോ മുക്കം പോലീസ് സ്റ്റേഷനിൽ എസ്ഐനെ കയ്യാമ വെച്ച് അങ്ങാടി കൂടെ കൊണ്ടുപോവുക. എസ്ഐനെയൊക്കെ കൊണ്ടുപോണത് എന്താ കാരണം എന്നറിയോ? ഈ മണല് കട്ടെടുത്ത് കൊണ്ടുപോണ വണ്ടിക്കാരോടെ മണല് പിടിച്ച് കൊണ്ടുപോയിട്ടത് മൂപ്പർ അവിടുന്ന് വേറാക്കി വിറ്റ്. നോക്കണങ്ങള്. ഈ ക്യാമറ ഓഫായാൽ പോലീസുകാരെ രഹസ്യം മനുഷ്യനോട് പറയാൻ പറ്റുമോ? മുതലാളി, തൊഴിലാളി, ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കൾ, കുടുംബക്കാര്, സഹോദരന്മാരെ, ഒരു പെണ്ണിനെ കാണുമ്പോ ട്രെയിൻ നിന്നിട്ട് പോരുകയാണ് ഞാൻ. എന്റെ അടുത്തും വലുതൊക്കെ നിൽക്കുന്ന അന്യ സ്ത്രീകളാ. എന്റെ മനസ്സിലുള്ളത് എന്താന്ന് ഓരറിയുമെങ്കിൽ ഓരൊന്ന് അവരെ ഇരിക്കോ? അപ്പൊ ഞാൻ ആരാ? നിങ്ങൾ ആരാ? നമ്മൾ വിചാരിച്ചാൽ എന്താ അറിയോ? ആരും അറിയില്ലട്ടോ. ഭാഗ്യത്തിന്. ഏത് ഭാഗ്യം? അള്ളാഹു പറയുന്നു, ആ ബോധം ഓരോ വാക്കിലും നോട്ടത്തിലും ചിന്തയെയും സ്വാധീനിക്കണം. നമ്മൾ അങ്ങനല്ല സഹോദരന്മാരെ. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാരെന്നറിയോ? രണ്ട് മുഖമുള്ളവനാ. രണ്ട് മുഖം. ഏതാണ്? ഒന്ന് രഹസ്യത്തിലൊരു മുഖം, പരസ്യത്തിൽ മറ്റൊരു മുഖം. റമളാനിൽ ഒരു മുഖം, ചൊവ്വാലിൽ മറ്റൊരു മുഖം. ഇല്ലാത്ത ഒരാളെ പേര് വരുന്നത്
റമദാനത്തായാൽ മുസാബ് എടുക്കാൻ നമ്മൾ കിട്ടാനുള്ള സാധനം. റമദാൻ കഴിഞ്ഞാലോ തൊടാനും ആളില്ല. രണ്ട് മുഖം വന്നില്ലേ? റമദാൻ നോമ്പ് വെച്ച് ചില മനുഷ്യന്മാർ പറയാം റമദാനായിട്ട് കഴിയട്ടെ എന്നിട്ട് കാണുമെന്ന് വേണ്ടി വർത്താനം പറയാൻ. അതിനർത്ഥം എന്താ? റമദാനിൽ ഒരു മുഖം, ശവ്വാലിന് മറ്റൊരു മുഖം. ആർക്കാണില്ലാത്തത് സഹോദരന്മാരെ? ടൂറ് പോകാൻ, എന്തിന്? ഹറാം ചെയ്യാൻ, അല്ലേ? ഹറാം ചെയ്യാൻ. ഭർത്താവ് ഗൾഫില, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ട് നിൽക്കാൻ. പർദ്ദയിട്ട നിക്കാബിട്ട സ്ത്രീകൾ കണ്ടാണ്ടാ തോന്നുക എത്ര തക്കും എവിടെ പോണെന്നറിയോ? ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ പോണം. ഭർത്താക്കന്മാരെ പറ്റിക്കുന്ന ഭാര്യമാർ, ഭാര്യയെ പറ്റിക്കുന്ന ഭർത്താക്കന്മാർ, പരസ്യം വളരെ ഉഷാറാ. എല്ലാ ഹറാമും ചെയ്യാൻ ധൈര്യം കാണിക്കുന്നു ടൂറ് പോകുമ്പോൾ. ബിസിനസ് രംഗത്ത് എല്ലാ കളവും ചതിവും നടത്തുന്നു. പള്ളി കമ്മിറ്റിയാ, പള്ളിന്റെ സെക്രട്ടറിയാ, സംഘടന മുമ്പിലുള്ളതാ. കച്ചവടത്തിൽ തീരില്ല. രഹസ്യ ജീവിതത്തിൽ പടച്ചവനെ പറ്റി യാതൊരു ബോധവുമില്ല. സഹോദരന്മാരെ എത്രമേൽ ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ എന്തൊക്കെ സംവിധാനം, പാസ്വേഡ് ഹൈഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ജനങ്ങളിൽ നിന്ന് നിങ്ങൾ പരമാവധി മറച്ചു വെക്കുന്നു. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മറച്ചു വെക്കാൻ സാധിക്കുക? ഖുർആന്റെ ചോദ്യം. സാധിക്കൂല. എല്ലാ രഹസ്യങ്ങളും പുറത്തെടുത്തിട്ട് അള്ളാഹു ചിട്ടിച്ചെയ്യും. അവിടെ വിജയിക്കണമെങ്കിലേ ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇത് മരിച്ചവന്റെ തലക്ക് കുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല, ജീവിതകാലത്ത് ഓതണം. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ. ഉപദേശം ഫലം ചെയ്ത് ആർക്കാണെന്നറിയോ? ഖശിയ റഹ്മാന ബിൽ ഗൈബ്. രഹസ്യ ജീവിതത്തിൽ പടച്ചവനെ പേടിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഏത് ഉപദേശം ഫലം ചെയ്യുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ രഹസ്യ ജീവിതത്തിൽ ഭയപ്പെടുന്ന മനുഷ്യർക്ക് നീ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അർത്ഥം ഞാൻ പറയേണ്ടതില്ല. വമ്പിച്ച പ്രതിഫലം. അല്ലാത്തവർക്കോ അതുകൊണ്ട് നിങ്ങൾ നിസ്കാരക്കാരൻ കണ്ട്, താടി കണ്ട്, ഈ വെള്ളക്കുപ്പായം കണ്ട് തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹ് തെറ്റിദ്ധാരണല്ല. ഞാൻ ആരാന്ന് അള്ളാഹ്ക്കറിയാം, നിങ്ങൾ ആരാന്ന് അള്ളാഹ്ക്കറിയാം. ആ അറിയുന്ന നിങ്ങളെയും എന്നെയും നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നത് ലോകത്തിന്റെ പേരാണ് മഹ്ശറ. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോലും പ്രാർത്ഥിച്ചത് ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, പരലോകത്ത് ഇബ്രാഹിമിനെ നീ അപമാനിക്കരുത്. ഏറ്റവും വലിയ അപമാനം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കുത്തുബ കേൾക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും പരലോകത്തിന്റെ മുമ്പിൽ ഉണ്ടാവില്ലേ? എത്ര പള്ളിയിൽ കുത്തു പറഞ്ഞു? ആ മനുഷ്യന്മാരൊക്കെ വിചാരം എന്താ? ഓരോ മുമ്പും നിന്റെ തനി നിറം അള്ള പുറത്തെടുക്കുമ്പോ സഹോദരന്മാരെ നിങ്ങളുണ്ട് ഞാൻ ആരായി? ഈ ഭയം എന്റെ രഹസ്യവും പരസ്യവും ശുദ്ധമാക്കണം. രാവും പകലും ശുദ്ധമാക്കണം. നാടും വിദേശവും ശുദ്ധമാക്കണം. രഹസ്യവും പരസ്യവും ശുദ്ധമാക്കണം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ വീട്ടിലിങ്ങനെ ഒരു ഞായറാഴ്ച പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല, ഒഴിവാണ്, അലസമായി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കോളിംഗ് ബെല്ല്. ഈ കോളിംഗ് ബെല്ല് അടിച്ചാൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെന്നെ പോയി വാതിലൊക്കെ, പെണ്ണുങ്ങളാണെങ്കില നമ്മളൊന്ന് പോയി നോക്കി അറിയും. ശരി, നമ്മൾ വാതിൽ വന്നപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറയുന്നത് അള്ളാന്റെ റസൂലിന്റെ വീട്ടിലോ? നമ്മളിങ്ങനെ സർപ്രൈസ് ആയി നിൽക്കുകയാണ്. ഭാര്യ അല്ല ഒന്ന് നോക്കും, കേറ്റല്ലി. എന്താ കാരണം? അദ്ദേഹത്തിന് കാണാൻ പറ്റാത്ത അവള് മുഴുവൻ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാതിൽ തുറക്കണം, എന്തൊക്കെ പണിയെടുക്കണം. അപ്പൊ നമ്മൾ എവിടെയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നാൽ ആരോടും ചോദിക്കാതെ കേറിയിരിക്കും റസൂലെ എന്ന് പറയാൻ കഴിയോ? അടിയില്ല. കാരണം ഉള്ളിലായാൽ വിന്യാസം നടക്കുന്നു, കുട്ടികൾ സിനിമ കാണുന്നു, മറ്റോള് ലോകം ഈ ദുനിയാവിലെവിടെയല്ല, ഓള് ടിക്ടോക്ക് കാണുക. മനസ്സിലായോ? റസൂലിന്റെ കയറി എന്താ സ്ഥിതി? അപ്പൊ നമ്മളെ രഹസ്യം ഇതെന്താ? അള്ളാഹ്ക്കും റസൂലും കാണാൻ പറ്റിയതോ അള്ളാഹും റസൂലും പറയാൻ പറ്റിയതോ ആണോ? അല്ല. എന്താ അപകടം എന്നറിയോ?
നിങ്ങൾ ചെയ്യുന്ന, ഞാൻ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളെയും ധൂളികളാക്കി പറത്തിക്കളയും. സൂറത്തുൽ നൂറിൽ അല്ലാഹു പറഞ്ഞു, ജനങ്ങൾ അത്തരം തെറ്റുകളെ നിസാരമായി കാണുന്നു. അതൊരു ചെറിയ തെറ്റല്ലേ? കറാഹത്തല്ല, നമ്മളുടെ പേരാ കറാഹത്ത് അല്ലേ? അതൊരു ചെറിയ തെറ്റ്. ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന് മുമ്പിൽ ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞില്ല, ഞമ്മക്കത് തെറ്റായി തോന്നുന്നു. അതിപ്പോ എത്ര തുമ്മിൽ നമ്മൾ മുമ്പിൽ അല്ലേ? എത്ര അൽഹംദുലില്ലാഹ് പറയാത്തതുണ്ട്. ഉമർ അള്ളാഹു ഒരു വൻ പാപം ചെയ്തവനോട് പ്രതികരിക്കുന്നത് പോലെ ചെങ്ങ അൽഹംദുലില്ലാഹ് പറഞ്ഞു. അയാൾ ഇങ്ങനൊക്കെ വരക്കാൻ മാത്രം ഉണ്ടപ്പോൾ ഒരു അൽഹംദുലില്ലാഹ് ചെറിയൊരു സംഭവം, ചെറിയ സംഭവം അല്ലേ? അപ്പൊ തെറ്റിന്റെ വലുപ്പും ചെറുപ്പും അല്ല നമ്മൾ നോക്കേണ്ടത്. പിന്നെ ആരോടാ ചെയ്യുന്നത്? ചെറിയ അള്ളാഹുവിനോടും വലിയ അള്ളാഹുവിനോടും അല്ല, അള്ളാഹുവിനോടാ ചെയ്യുന്നത്. ആ ബോധം നമുക്ക് തെറ്റ് ചെറുപ്പം വെക്കും കണക്കാക്കരുത്. നമ്മളങ്ങനല്ലേ? അത് ചെറിയ തെറ്റ് എല്ലാവരും ചെയ്യുന്നതല്ലേ? ഇപ്പൊ കുട്ടികളല്ലേ, വിരുന്ന് വന്നതല്ലേ, വെക്കേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിനെങ്ങനെ കല്യാണം നടന്നു എന്താണെന്ന് പരമാവധി ഞാൻ നോക്കി. പിന്നപ്പോ എന്താപ്പ കാറ്റ നമ്മൾ പറഞ്ഞാൽ കേൾക്കാനുള്ളൂ. അവരവന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോഴേ തോന്നിയാസം ബാപ്പ അങ്ങനെ ആക്കട്ടെ, ഇതിന് ബാപ്പ പറഞ്ഞ് നടക്കുന്നത്. എന്റെ വീട്ടിക്ക് പുയ്യാപ്പുറത്തെ മനുഷ്യന്റെ കുളത്തിൽ പറയണമെന്ന് പറയാൻ ധൈര്യമില്ലാത്തവരുടെ പെൺകുട്ടിയെ കെട്ടിക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ആരെ കുറ്റം പറഞ്ഞത്? എന്താ കാട്ടുക? എന്താ കാട്ടല്? അന്റെ നേരെ കത്തി കയറ്റി വന്നു, എന്താ കാട്ടല്? തടി വെച്ചപ്പെട്ടൂലേ? എങ്കിൽ എന്താ ആ തടി വെച്ചപ്പെട്ടില്ലാത്തത്? പറഞ്ഞാൽ എന്താ അറിയോ? രഹസ്യ ജീവിതത്തിൽ എന്തുവാവാം, രഹസ്യത്തിൽ വളരെ നല്ലത്. അവരുടെ മുഴുവൻ അമലുകളും തകർന്നു. അതുകൊണ്ട് രഹസ്യവും പരസ്യവും ശുദ്ധമാക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു തിന്മയോട് വിശ്വാസി കാണിക്കേണ്ട സമീപനം. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഖസസ് ആയത്ത് നമ്പർ 55 വീട്ടിൽ പോയി പരിശോധിക്കണം. ഒരു തെറ്റായ സംഗതിയിലേക്ക് ഒരാൾ നമ്മളെ ക്ഷണിച്ചാൽ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്യേണ്ടി വന്നാൽ, ആരുടെങ്കിലും പ്രേരണയാൽ തെറ്റ് ചെയ്യുന്ന അവസ്ഥ വന്നാൽ, ആ അറിവാൻ അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകരുത് നിങ്ങൾക്ക്. നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാവാം. നിങ്ങൾ ഗെറ്റ് ടുഗദറിൽ പോയി 40 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നവരാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ തെറ്റാണോ ഒരു കോംപ്രമൈസും ഇല്ല. ആ അറിവാൻ അതിൽ നിന്ന് അവിടെ വെച്ച് നീ പിരിയണം അവരുമായി. ആ വിഷയത്തിൽ മാറി നിൽക്കണം. എന്താ നീ പറയേണ്ടതെന്ന് അറിയോ? ലന അഴമാലുന വലക്കും അഴമാലക്കും. ഗെറ്റ് ടുഗദറൊക്കെ നല്ലതാണ്, കുറെ കൊല്ലം കഴിഞ്ഞ് കാണല്ലേ. പക്ഷെ ഈ തോന്നിയാസ്തിന് നമ്മൾ തമ്മിൽ ബന്ധമല്ല. അത് നിങ്ങൾ നടത്തിക്കോളൂ, അതിൽ ഞാനില്ല. ലന അഴമാലുന വലക്കും അഴമാ. എനിക്ക് എന്റെ ആദർശം, നിങ്ങൾ ആദർശം. അല്ലാഹു സലാമുൻ അലൈക്കും, പടച്ചോൻ നിങ്ങളെ നന്നാക്കട്ടെ. ലാ നബ്തഗിൽ ജാഹിലീൻ. നിങ്ങളെപ്പോലെ അള്ളാഹ്ക്ക് എതിർ പ്രവർത്തിച്ച് വിവരമില്ലാത്തവനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ തെറ്റിൽ നിന്ന് ആര് പറഞ്ഞാലും ശരി, അത് ഭാര്യ പറഞ്ഞാലും ശരി, മക്കൾ പറഞ്ഞാലും ശരി, ഭർത്താവ് പറഞ്ഞാലും ശരി, സംഘടനപ്പെട്ട ആൾ പറഞ്ഞാലും ശരി, ഗ്രൂപ്പിൽപ്പെട്ട ആൾ പറഞ്ഞാലും, രാഷ്ട്രീയപ്പെട്ട ആര് പറഞ്ഞാലും ശരി, ഒരു കോംപ്രമൈസ്. കാരണം അറിയാമോ, നമ്മുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു. ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ രഹസ്യവും പരസ്യവും ശുദ്ധമാക്കി നമ്മുടെ കർമ്മങ്ങളെ സംരക്ഷിച്ചു നിർത്തി പരലോകത്തതിന്റെ ഗുണഭോക്താവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പേരാണ് തഖ്വ എന്ന് പറഞ്ഞത്. അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറില്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. സംസാരത്തിന്റെ ഇടക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നാവിൽ നിന്ന് വന്നുപോയി. പറഞ്ഞതിന്റെ ശേഷമാണ് ശരിയല്ല എന്ന ബോധം ഉണ്ടായത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയാം. ആര്? തെറ്റ് ചെയ്ത ആള്.
ഞാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു പോയി പ്രവാചകരെ. അങ്ങനെ തിരിച്ചു പറയാൻ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു പറയണില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒന്ന് ഉമർ റളിയല്ലാഹുവിനോട് അങ്ങനെ ഒന്ന് ഇനിയും പറയാൻ വേണ്ടി പറയണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ റളിയല്ലാഹു ചെയ്തതാണ് ശരി, ഒരു അബദ്ധം പറ്റിയല്ലേ, മാപ്പ് തന്നാലൊക്കെ കൂലിക്കുമല്ലോ. സിദ്ദീഖുൽ റളിയല്ലാഹു ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ പോണ ആദ്യത്തെ മനുഷ്യനാണ്. അപ്പൊ ഞാൻ ഈ ചരിത്രം പറഞ്ഞത് തന്നിൽ നിന്ന് സംഭവിച്ചു ഒരു അബദ്ധം താൻ തന്നെ പരാതി പറഞ്ഞതിന് പരിഹാരം നേടാൻ കാരണം എന്താ അറിയോ? പരലോകത്തിൽ നമ്മുടെ അമല് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഹറാമായ സംഗതികൾ ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. നന്മ ചെയ്താൽ തിന്മ ഇല്ലാതെയാകുമെങ്കിൽ തിന്മ ചെയ്താൽ നന്മയും ഇല്ലാതെയാകുമെന്ന പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഒരു കർമ്മശാസ്ത്ര കാര്യം. സാധാരണ നമ്മുടെ നാട്ടില് മയ്യത്ത് സംസ്കരണം എന്നത് വളരെ പുണ്യമുള്ള ഒരു സംഗതിയാണ്. മയ്യത്ത് പരിപാലിക്കുക, മയ്യത്ത് നിസ്കരിക്കുക, മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുക, ഒന്നും ചെയ്യാനില്ലെങ്കിൽ ആ വീട്ടിൽ കഴിയുന്നവരെ നിൽക്കുക, മയ്യത്തിന്റെ കൂടെ പോവുക, മയ്യത്ത് നിസ്കരിക്കുക, ശേഷം മറമാടുന്നതിന് സാക്ഷിയാവുക, 3 പിടി മണ്ണ് വാരിയിടുക, തഹ്ബീത്ത് ചെല്ലുക എന്നൊക്കെ പറഞ്ഞ സഹോദരന്മാരെ നല്ല പുണ്യമുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഇതെല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് തിരിഞ്ഞു പോരുകയാണെങ്കിൽ 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. അത് നമ്മൾ ഒന്ന് പോയി നോക്കി, പോയി ഇങ്ങോട്ട് മുഖത്ത് നോക്കി, മയ്യത്ത് കാണുന്നതിന് ഒരു പുണ്യമില്ല. കാണുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടെന്നുള്ളത്, കാണണമെന്നില്ല, മരിച്ച വീട്ടിൽ എന്ന് പറഞ്ഞാലും മതി. കണ്ടു കഴിഞ്ഞാൽ എല്ലാ ബാധ്യതയും കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരും സമൂഹത്തിൽ കുറവല്ല. എല്ലാവരും അങ്ങനെ ഞാൻ പറയില്ല. ചില ആളൊക്കെ ചോദിക്കും, നീ പോയി പോന്നോന്നാ? ആ പോയി പോന്ന്, അവന്റെ കഴിഞ്ഞില്ല എല്ലാവർക്കും. അങ്ങനെ ഏർപ്പാടില്ല. ഇത്ബാഉൽ മയ്യിത്ത്, മയ്യത്തിനെ അനുഗമിക്കുക. ഇതില് കുളിപ്പിക്കുമ്പം നമ്മളവിടെ വേണം, എല്ലാവരോടും കുളിപ്പിക്കാൻ പറ്റൂലല്ലോ. കഫൻ ചെയ്യുമ്പോ നമ്മളവിടെ വേണം, മയ്യത്തിന്റെ കൂടെ നടക്കണം. ബാക്കിൽ നടക്കുന്നതിനേക്കാൾ കൂടി മുന്നിൽ നടക്കുന്നതിനാ മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കുക. അപ്പൊ അതിന് നമസ്കാരത്തിന് സാധാരണ നമ്മുടെ നാട്ടില് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഈ വബറകാത്തു എന്നൊരു പദം കാണാറുണ്ട്. അത് പ്രവാചക ചര്യയിലില്ല. സാധാരണ നമസ്കാരത്തിന് സലാം വീട്ടണമാതിരി തന്നെയാണ് മയ്യത്ത് നമസ്കാരത്തിലും സലാം വീട്ടേണ്ടത്. എവിടുന്നാ വന്നത് നമുക്കറിയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 7ാമത്തെ ആളായി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഖുർആൻ പാരായണത്തിൽ A+ കിട്ടിയ ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ജനങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. വിശ്വാസം ചെയ്തതാണ്, പക്ഷെ ജനങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. ഇഹ്ദാഹുന്ന, ആ 3-ൽ ഒന്ന് മയ്യത്ത് നിസ്കാരത്തിലെ സലാം വീട്ടലാണ്. അത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയത് നമസ്കാരത്തിൽ സലാം വീട്ടുന്നത് പോലെ തന്നെയായിരുന്നു. അത് ജനങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു വബറകാത്തു ആഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രവാചക ചര്യയിലില്ല. ഒന്ന്. രണ്ടാമത്തെ അബദ്ധം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ, അതിന് ആ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചൊന്നുമല്ല. ഏത് പ്രാർത്ഥനയും പറയട്ടോ, അതിന് കാണാതെ പഠിച്ച് മസൂലിരിക്കണമെന്നൊന്നുമില്ല. ഏത് പ്രാർത്ഥനയും ചൊല്ലാം. നമ്മൾ സാധാരണ ചൊല്ലൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അത് സ്ത്രീകളാവുമ്പോൾ അല്ലാഹുമ്മ സബ്ബിത്ഹാ ഇൻദ സുആൽ. അതും പ്രവാചക ചര്യയിലില്ല. മയ്യത്ത് ആണും പെണ്ണിനും പ്രാർത്ഥന ഒരുപോലെ തന്നെയാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നാണ് പുരുഷന്മാർക്ക്. ചില ആളുകൾ സ്ത്രീകളാവുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലഹാ എന്ന് നമസ്കാരത്തിൽ പറയാൻ സ്ത്രീലിംഗാക്കി പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൽപ്പിച്ചിട്ടില്ല. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു. ഈ തസ്ബീഹ് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. സാധാരണ ആളുകൾ അത് സീഗ ആണിന്റെയും പെണ്ണിന്റെയും മാറ്റി ചൊല്ലാറുണ്ട്. അതൊന്നും പ്രവാചക ചര്യയിലില്ല. പക്ഷെ 3 പിടി മണ്ണ് വാരുന്ന പ്രവാചകന്റെ ചര്യയാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. അത് ആയത്തുമാണ്, ഈ സമയത്ത് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. അതുപോലെ മയ്യത്ത് നിസ്കാരത്തിലും ഇതൊക്കെ നമ്മൾ കൃത്യമായി പങ്കെടുക്കും. ഒരു കാര്യം കൂടി പറയാം. ഒരു പുരുഷന്റെ മയ്യത്ത്, ഒരു സ്ത്രീന്റെ മയ്യത്ത്, ഒരു കുട്ടിന്റെ മയ്യത്ത്. അപ്പൊ 3 മയ്യത്തിനോട് നിസ്കാരം. അപ്പൊ എങ്ങനെ മയ്യത്ത് വെക്കും? ഇമാമിനോട് ഏറ്റവും അടുത്ത് പുരുഷന്റെ വെക്കണം, അത് കഴിഞ്ഞിട്ട് കുട്ടിന്റെ വെക്കണം, ശേഷം സ്ത്രീയുടെ വെക്കണം. അപ്പൊ ഇമാം എവിടെ നിൽക്കുക? പുരുഷന്മാരുടെ തലഭാഗത്താ നിൽക്കുക. അങ്ങനെ നിന്നാ മതി.
അങ്ങനെ ഒന്നും രണ്ടും ഹറമിലൊക്കെ ഡസൻ കണക്കിന് മയ്യത്ത് ഒരേ സമയത്ത് നമസ്കരിക്കുന്നത് കേട്ടവരോ കണ്ടവരോ അനുഭവിച്ചവരോ ആണല്ലോ നമ്മൾ. അപ്പൊ അത് മയ്യത്ത് വെക്കേണ്ട രൂപം എങ്ങനെയാണ്? ആദ്യം പുരുഷൻ. ഇപ്പൊ നമസ്കാര സഫിക്കൽ എങ്ങനെയാ? പുരുഷൻ, കുട്ടികൾ, സ്ത്രീകൾ. പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെ ഒരു ആണുങ്ങളെ സഫ് വിട്ട് ഒരു സഫ് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളെ സഫാണ്. അപ്പൊ അത് വേറിരിക്കൽ അങ്ങനെ. അതേപോലെ തന്നെ ഇതിങ്ങനെയാണ് പ്രവാചകന്റെ ശരിയ എന്ന് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റ് കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റ് കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിച്ച് പരലോകത്ത് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന മഹാ ദുർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും കച്ചവടത്തിലും ആരോഗ്യത്തിലും ഹൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മാറാവ്യാധി മാരക രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.